പുതിയ ഫാബ്രിക്കാണ്. മിലാനോ ഫാബ്രിക്കിലാണ് കാണിക്കുന്നത്. കോപ്പർ വർക്ക് കൊടുത്തിട്ട് വലിയ അളവ് 3XL 4XL 5XL വലിയ അളവാട്ടോ. ഒരു 89 രൂപ തൊട്ട് നമുക്ക് ഇവിടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത് നമ്മുടെ റോമൻ ഫാബ്രിക്കിലാണ് കോട്ട് സെറ്റ്. നമ്മുടെ സ്കൈലാൻഡ് ഒരു പുതിയ ഫാബ്രിക് ആണ്. മൽച്ചന്തേരിയിൽ 2 പീസ് നോക്കിയ ഒരു ഫാൻസി നെക്ലൈൻ ആണ്. ലാവെൻഡർ, പാഷ ഗ്രീൻ, മോർ പീച്ച്, പിങ്ക് ബ്ലോസമിന്റെ പല കളക്ഷൻസ് ആണ്. ബ്ലാക്ക് ബ്ലോസം പറയാം. ഇതിലിപ്പോൾ പല ട്രെൻഡ് വരുന്നുണ്ട്. 3XL 4XL 5XL ഒരു കോട്ട് സെറ്റ് ആണ് റംഗീല സിൽക്കില്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് ഒരു കടയുള്ളത് കുറച്ചുകൂടി വലുതാക്കി, കളക്ഷൻസ് മാത്രമല്ല കടയും വലുതാക്കി, മൊത്തത്തിലെല്ലാം കൊണ്ട് വലിയതാക്കി. പക്ഷെ റേഞ്ച് നമുക്ക് റീസണബിൾ റേറ്റിനാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ആദ്യം പറഞ്ഞേക്കാൾ മുന്നേ ഇതൊക്കെ വെറൈറ്റീസ്. ഇത് നിങ്ങൾ ദുർഗ ഐറ്റംസ് അല്ലേ കൊണ്ടുപോണേ? കസ്റ്റമർ മേടിച്ചിട്ടത്. ഓക്കെ, എന്തായാലും അത് നടക്കട്ടെ. അവിടെ അങ്ങനെ ലോഡ് കണക്കിന് നിങ്ങൾക്കും നിങ്ങളുടെ കടയിൽ അങ്ങനെ നിറയ്ക്കാം. ഇപ്പൊ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, അതും റീസണബിൾ റേറ്റ്. സ്റ്റാർട്ടിംഗ് റേറ്റ് വെറും 99 ഒക്കെ ആയിരുന്നു ആദ്യം. പക്ഷെ ഇപ്പൊ ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 89 രൂപ തൊട്ട് നമുക്ക് ഇവിടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. 89 രൂപ തൊട്ട് നമുക്ക് കുർത്തീസിന്റെ കളക്ഷൻ, അതുപോലെ കോട്ട്സെറ്റ് ആണെങ്കിൽ 189 രൂപ തൊട്ട് കേട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ ആ സൈഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് ഈ വഴിക്ക് കയറാം. ഈ വഴിയുടെ പേര് പറയണത് ഗോപാല പ്രഭു റോഡ്. ഇനി ആ സൈഡ് ആണെങ്കിൽ നമുക്ക് MG റോഡ് വഴിക്ക് കയറാണെങ്കിൽ ഈ വഴിക്കൂടെ അങ്ങോട്ട് കയറിയാൽ മതി. അപ്പൊ MG റോഡ് വഴിക്കൂടെ ആയാലും നമുക്ക് കയറാം. അപ്പൊ നമ്മൾ കാണുന്നത് ദുർഗ ടെക്സ്റ്റൈൽസ്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദുർഗ മൊത്തം 3 ഫ്ലോറാണ്. പിന്നെ ഇവിടെ മാത്രമല്ല, ആക്ച്വലി ഇത് കൂടാണ്ട് അവർക്ക് പ്രസ് ക്ലബ് റോഡില്ലേ അവിടെയും ഉണ്ട് കേട്ടോ ഒരു കട. അപ്പൊ എന്തായാലും ഇവിടെ കയറി നമുക്ക് കളക്ഷൻസ് നോക്കാം. ലോഡ് കയറി കഴിഞ്ഞാ ഇരിക്കാൻ സ്ഥലം ഉണ്ടാ? വാ, ഇരിക്കാൻ സ്ഥലമില്ല. നിങ്ങളുടെ പോവാണോ ഇത് കൊണ്ട് പോവാണോ? ഒരു ഗ്യാപ്പ് പോലും ഇല്ലാന്ന് നമുക്ക്. എന്തായാലും നിങ്ങൾ അതൊക്കെ സെർച്ച് ആക്കിയിട്ട് വായോ. ഇനി അടുത്ത ലോഡ് കയറ്റുമ്പോഴേക്കും നമുക്ക് നോക്കാം. എന്തായാലും ദുർഗയിൽ എന്താണ് പുതിയ വിശേഷം? നല്ല രസമായിട്ടുണ്ടല്ലേ, കുറച്ചുകൂടി ഇങ്ങനെ വലുതാക്കി കാണുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം, കളക്ഷൻസ് കാണാനുള്ളത്. എന്തായാലും അകത്ത് കയറി വെറൈറ്റീസ് നോക്കാം. ബാ, തള്ളി പുറത്തേക്ക് പോവാൻ. ജാനേതോ ജാവ്. നമ്മളും ഒരുമിച്ച് കയറാം. എന്താണ് വെറൈറ്റീസ് എന്ന് ചോദിക്കാം. ആദ്യം ഈ കൊച്ചു മുതലാളിനെ കാണുന്നേക്കാൾ മുന്നേ വലിയ മുതലാളി ഉണ്ട്. നമ്മൾ സ്ഥിരം ഒരു ഹായ് പറയാണ്ട് വിട്ടു പോണ ഒരു സംഭവം ഉണ്ട്. വലിയ മുതലാളി ഭയങ്കര ചിരിയാണ്. വെറൈറ്റീസ് ഒക്കെ ഉണ്ടാ? ഫുൾ വെറൈറ്റി ഉണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ഈ പ്രാവശ്യം വെറൈറ്റീസ് കളക്ഷൻസ് ഒക്കെ കൊണ്ടുപോകണം? സ്പെഷ്യൽ എല്ലാ വെറൈറ്റി വന്നിട്ടുണ്ട്. കുർത്തി, അങ്ങനെ എല്ലാ ഐറ്റംസിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നമുക്ക് ഇനി കൊച്ചു മുതലാളിനെ പിടിക്കാം. എന്തൊക്കെയാ നമുക്ക് കാണിച്ചു തരാന്ന് ചോദിച്ചാൽ, കൊച്ചു മുതലാളി ഈ ഓരോ ദിവസം ചെന്നതോറും വണ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് കിഡിങ്. ഓക്കെ, ചലോ. അപ്പൊ നമ്മൾ ആദ്യം വാചകടി ഒന്നുമില്ല. ഈ പ്രാവശ്യം ജസ്റ്റ് കളക്ഷൻസ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. പിന്നെ പണ്ട് കണ്ട ദുർഗയല്ല ഇപ്പോഴത്തെ ദുർഗ എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ആദ്യം അവിടുത്തെ ആ ഒരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശാലമായി, നമുക്ക് കുറച്ചുകൂടി സ്പേസ് ആയി നിൽക്കാനും സൗകര്യമായി, കാണാനും സൗകര്യമായി. ഇനി കളക്ഷൻസ് കാണാം അല്ലേ നമുക്ക്? അപ്പൊ ഓണായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് കളക്ഷൻസ്, കുർത്തീസ്, കോട്ട് സെറ്റ്സ്, 3 പീസ്, ഷോർട്ട് യൂണിറ്റ് ടോപ്സിൽ ഇറക്കിയിട്ടുണ്ട്. പല മെറ്റീരിയൽസ് ആൻഡ് ഫാബ്രിക്സിലാണ്. അപ്പൊ ഇത് ഒരു ആദ്യത്തെ പാറ്റേൺ ആണ്. ഫുൾ കോപ്പർ വർക്ക് കൊടുത്തിട്ട് വലിയ അളവ് 3XL 4XL 5XL വലിയ അളവാട്ടോ. അപ്പൊ ഇതില് ഒരു കുർത്തി പാറ്റേൺ ആണ്. പിന്നെ ഇത് നമ്മുടെ ഇപ്പൊ റോസ് കോപ്പർ വീണ്ടും മാർക്കറ്റിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുണ്ട്. നമ്മുടെ ജോർജ് ബ്ലൂമിങ്ങിലാണ്. ബീനൊക്കെ ഇപ്പൊ വീണ്ടും അത്യാവശ്യം ട്രെൻഡായി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ബുംഗ്ലി വർക്ക് പറയും, മാർക്കറ്റിൽ അത്യാവശ്യം ട്രെൻഡിങ് ഒരു കോൺസെപ്റ്റ് ആണ്. ബുംഗ്ലി വർക്ക് എല്ലാ ഫാബ്രിക്കിൽ വരാറുണ്ട്. അപ്പൊ ഇതിൽ ഒരു വെർട്ടിക്കലിൽ ഒരു കോട്ട് സെറ്റ് പാറ്റേൺ ആണ്. നമ്മൾ ഓണത്തിന്റെ പല കളക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് പല ഫാബ്രിക്സിൽ. ഇത് മൾ ക്രീമിലാണ്. ഓണത്തിന്റെ ഒരു എംബ്രോയിഡറി ആൻഡ് ഒരു ഹാൻഡ് വർക്ക്, ഒരു ഫാൻസി കോൺസെപ്റ്റ് ആണ്. ഇത് ആസ് യു കൻ സീ, ഇത് നമ്മുടെ 3 പീസിന്റെ കോട്ടന്റെ സെക്ഷനാണ്. ആൻഡ് ഇത് നമ്മുടെ കോട്ട് സെറ്റിന്റെ സെക്ഷനാണ്. ഒരു ഡിസൈൻ ഒന്ന് പെട്ടെന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഡിസൈൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. അതല്ല, ഇവർക്ക് സീസൺ ഒന്നും വേണ്ടെന്നേ. ഇവർക്ക് 365 ഡേയ്സ് അല്ലേ? 365 ഡേയ്സ് സീസൺ, പുതിയ ഫാബ്രിക്സ്, പുതിയ വെറൈറ്റീസ്, അങ്ങനെ പ്രതീക്ഷിക്കാത്ത നിങ്ങളുടെ ഫേവറേറ്റ് റേറ്റ്സിൽ നിങ്ങൾക്ക് സപ്ലൈ ആക്കാൻ പറ്റും. അതെ. പിന്നെ ഈ വൈറ്റ് കണ്ടയിലൊക്കെ ബൾക്കായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഹോൾസെയിൽ ആണ് എടുക്കേണ്ടത്, ഒരു പീസ് കിട്ടില്ല. സെറ്റ് ഇപ്പൊ ഈ സെറ്റ് കാണുന്നത്, ഈ സെറ്റ് ഫുൾ അങ്ങനെ ആസിറ്റീസ് എടുക്കണം. മിനിമം ഒരു 4 to 5 സെറ്റ്സ് എടുക്കണം. വീഡിയോ കോൾ ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആണ് ഫോർ ദ സെയിം. അപ്പൊ ഇതൊരു നമ്മുടെ സ്കൈലാൻഡ് ഒരു പുതിയ ഫാബ്രിക് ആണ് ആൻഡ് വിത്ത് ലൈനിങ് ആണ്. അപ്പൊ നമ്മൾക്ക് മെജോറിറ്റി ഐറ്റംസ് വിത്ത് ലൈനിങ്ങും വരും, വിത്തൗട്ട് ലൈനിങ്ങും ഫാബ്രിക്സ് അവൈലബിൾ ആണ്.
അപ്പൊ നിങ്ങൾക്ക് എന്ത് റേഞ്ച് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ച്. റേഞ്ചിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് നമുക്ക് 89 മുതൽ അപ്വേർഡ്സ് ആൻഡ് ഓൺവേർഡ്സിൽ കുർത്തീസോ കോട്ട് സെറ്റ്സ് ആണോ 3 പീസ് ആണോ അത് എന്തൊക്കെയാണ് അത് അറിയണമെങ്കിൽ കടലോട്ട് വരണം. ഈ വീഡിയോയിൽ എല്ലാം കാണിക്കില്ല. അതെ. ആൻഡ് ഇത് നമ്മുടെ ഷോർട്ട് യൂണിക് ടോപ്പിൽ ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് മൂവിങ് പാറ്റേൺ ആണ്. സ്ലീവ്സിലും വരെ ഫുൾ വർക്കാണ്. അപ്പൊ ഇതിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഷോർട്ട് ടോപ്സില് ടൂണിക് സ്റ്റൈലില് ജീൻസിലൊക്കെ ഇടാൻ പറ്റിയത്. ഇപ്പൊ അതൊരു വെർട്ടിക്കൽ ബേസ് ആയിരുന്നു. ഇതിപ്പോ നമ്മുടെ കോട്ടൺ ഹക്കോബാല ഒരു പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ്. വിത്ത് ലൈനിങ്. അത് ഷോർട്ട് ടോപ്പ് അല്ല, ഫുള്ള് ഷോർട്ട് ടോപ്പ്. ഒരു ജീൻസിലൊക്കെ ഇടാൻ പറ്റിയ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ മുകളിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ്. യെല്ലോ, ഓണിയൻ പിങ്ക്, റാണി, മോർ പീച്ച്. അപ്പൊ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ബുംഗ്ലി വർക്കിൽ ഒരു കോട്ട് സെറ്റ് കാണിച്ചിട്ടുണ്ടായി. അപ്പൊ അതിൽ തന്നെ മൽച്ചന്തേരിയിൽ തന്നെ ഒരു ഫുൾ ലൈനിങ് വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ആണ്. മൽച്ചന്തേരി 2 പീസാ. മൽച്ചന്തേരിയിൽ 2 പീസ് നോക്കിയ ഒരു ഫാൻസി നെക്ക് ലൈൻ ആണ്. ഫുൾ സ്ലീവ്സിൽ ഫുൾ ഹെവി വർക്കാണ്. ഫുൾ ലൈനിങ് വെച്ചിട്ട് ഒരു കോട്ട് സെറ്റ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കളേഴ്സ്. മെറൂൺ, റസ്റ്റി, ലാവൻഡർ, തമ്പാക്കു, ഓണിയൻ പിങ്ക്, സ്കൈ ബ്ലൂ, ഇത്രയും ഒരു 6-7 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് കാണുന്നതെല്ലാം കോട്ട് സെറ്റ്സ്, കുർത്തീസ്, പല പാറ്റേൺസ് മിക്സ് ആണ്. ഇത് നമ്മുടെ ഹാൻഡ് വർക്ക് ആണ്. ഈ ഹാൻഡ് വർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ കുട്ടി ഇട്ടിരിക്കുന്നതും ഇവരുടെ ഒരു കളക്ഷൻ ആണ്. ആ കുട്ടി ഇങ്ങോട്ട് വരൂ. എവർഗ്രീൻ ഹോട്ട് കേക്ക് റിപ്പീറ്റ് ഓൺ റിപ്പീറ്റ് ഒരു ഡിസൈൻ ആണ്. ഇവിടെ ഏത് പെൺകുട്ടികൾ ഇട്ടാലും അത് ദുർഗയുടെ കളക്ഷൻ ആയിരിക്കും. വേറൊരു ചെറിയ കോട്ട് സെറ്റ് കളക്ഷൻ ആണ്. നമ്മുടെ മൾ കോട്ടൺ ഡോബി ഫാബ്രിക്കില് ഇതിൽ കളേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതിന്റെ കളേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. നിങ്ങൾക്ക് കാണാം സിമെന്റ് ആൻഡ് വൈൻ ആൻഡ് ലാവെൻഡർ, പാറ്റ ഗ്രീൻ, മോർ പീച്ച്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. കളേഴ്സിന് പേര് സിമെന്റ്, പാറ്റ ഗ്രീൻ എന്നൊക്കെ പറയണേ. എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ദുർഗയിലത്തെ പെൺകുട്ടികള് ദുർഗയുടെ കളക്ഷൻസ് ഇടാറുള്ളൂ. ഇനി പിന്നെ ഈ ഹാങ്കറിൽ കുറച്ച് സംഭവങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോന്നും എടുത്ത് പറയാം. ഇത് കോട്ട് സെറ്റിന്റെ കളക്ഷൻ ആണ്. ആസ് യു കൻ സീ ഇത് പുതിയ ഫാബ്രിക് ആണ്. മിലാനോ ഫാബ്രിക്കിലാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ റോമൻ ഫാബ്രിക്കിലാണ് കോട്ട് സെറ്റ്. നമ്മുടെ വെർട്ടിക്കലിൽ ഒരു വീനെക്ക് പാറ്റേൺ ആണ്. ചൈനീസ് സ്ലീവ്ലെസ്. ഇപ്പോൾ ഇത് എവർഗ്രീൻ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ്. ഇത് നമ്മുടെ കുർത്തീസിന്റെ ചില കളക്ഷൻസ് ആണ്. ഫ്രോക്ക് പാറ്റേൺ. ഒരു കാര്യം പറയാണ്ട്, സെയിം തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. സ്ലീവ്ലെസ് ആണ്. അതില് സ്ലീവ് ഉള്ളതും അത് ഡിഫറെന്റ് പാറ്റേൺസിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് നെക്കിലും വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇവരുടെ ഓൺ മാനുഫാക്ചർ ആണെന്നുള്ള തെളിവാണ് കേട്ടോ കാണുന്നത്. അയ്യോ സോറി. ഇത് വീണ്ടും മൾ റോമിലുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഡഫ്കോ ഫാബ്രിക്. പിങ്ക് ബ്ലോസമിന്റെ ഒരു കണ്ടിന്യൂഷൻ ഒരു പാറ്റേൺ ആണ്. രംഗോലി സിൽക്കില്. ആൻഡ് ഇത് നമ്മുടെ അഗൈൻ പ്ലസ് സൈസിലാണ്. പ്ലസ് സൈസിൽ 3XL 4XL 5XL ഒരു കോട്ട് സെറ്റ് ആണ്. റംഗീല സിൽക്കില്. സ്ലീവ്ലെസ് വെർട്ടിക്കൽ പ്രിന്റിലാണ്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പിന്റെ കളക്ഷൻസ്. ഇത് നമ്മുടെ ഓണത്തിന്റെ ജസ്റ്റ് ഒരു ടീസർ ആയിട്ട് പറയാൻ പറ്റും. ഇത് ജസ്റ്റ് ഫസ്റ്റ് പൈപ്പ് ലൈൻ ആണ് ഓണത്തിന്റെ അത് നമ്മുടെ ഷിമ്മർ. ഇത് നമ്മുടെ മൾ ഫാബ്രിക്. ഇതൊരു മിസ്റ്റി ഫാബ്രിക് പറയും. ഇത് നമ്മളുടെ ഫേവററ്റ് സിൽക്കി ഫെൻഡി ഫാബ്രിക് A-line പാറ്റേൺ. പല ടൈപ്പിന്റെ സെയിം ഫാബ്രിക്കില് ഫ്രോക്ക്, A-line, ഉള്ളി സ്ലിറ്റ്, പല പാറ്റേൺസ് അവൈലബിൾ ആണ്. ഇതിന്റെ കോട്ട് സെറ്റും കൂടി അവൈലബിൾ ആയിരിക്കും. പിന്നെ വൈറ്റില് ഇവിടെ കുറെ ബൾക്കായിട്ട് കാണുന്നുണ്ട്. ഇത് എന്താ സംഭവം? വൈറ്റിൽ കാണുന്നത് നമ്മുടെ ബൾക്കായിട്ട് എവർ ഗ്രീൻ ലാസ്റ്റ് 3-4 months ആയിട്ട് മാർക്കറ്റിലൊക്കെ കാര്യമായിട്ട് കളിക്കണം. പിങ്ക് ബ്ലോസമിന്റെ പല കളക്ഷൻസ് ആണ്. ഇതൊരു സിമ്പിൾ A-line ടോപ്പാണ്. വിത്ത് ലൈനിങ് ആണ്. ഇതും അറ്റ് ആൻ അൺബീറ്റബിൾ മാർക്കറ്റിംഗ് ചാലഞ്ചിങ് റേറ്റിൽ. നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് അറിയണമെങ്കിൽ ഒന്ന് അടിയിൽ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ആക്കും. ആക്ച്വലി ഇത് 2 പീസ് ആണ്. ഇത് കോട്ട് സെറ്റ് ആണ്. ഇതിൽ തന്നെ ഫ്രോക്കും കൂടി ഉണ്ട്. ചേച്ചി നമുക്ക് ഒരു വേറെ ഫ്രോക്ക് ഉണ്ടല്ലോ ഇതില്. അവിടുന്ന് എടുത്തോ. ഇത് ഓൺലി ഫ്രോക്ക് പാറ്റേൺ ആണ്. ഇതിൽ നമുക്ക് പല പ്രിന്റ്സ് വരാറുണ്ട്. ഡെയിലി വരും. ഇതൊക്കെ നമ്മുടെ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണതാണല്ലേ? യെസ്. എന്തെങ്കിലും ഒരു വെറൈറ്റി. അപ്പൊ ഈ ടൈപ്പില് നിങ്ങൾക്ക് പിങ്ക് ബ്ലോസം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് നോക്കിക്കോ. അത് പിങ്ക് ബ്ലോസമിന്റെ ഷോർട്ട് ടോപ്സ് ആണ്. പിങ്ക് ബ്ലോസമിന്റെ അതില് 4 ഡിഫറെന്റ് ഷെയ്ഡ്സ് അല്ല 2 മൊത്തത്തില് 3 ഷെയ്ഡാണ്. 3 ഷെയ്ഡ്സ്. ഓക്കേ. സെയിം. ഫസ്റ്റ് വൺ ബീങ് ഒരു ഓണിയൻ പിങ്ക് ആണ്. സെക്കൻഡ് വൺ ഒരു മുന്തിരി ഷെയ്ഡ് ആണ്. ആൻഡ് തേർഡ് വൺ ഒരു റെസ്റ്റി ആണ്. അങ്ങനെ 3 ഷെയ്ഡാണ്. ഇത് പിങ്ക് ബ്ലോസം. പിങ്ക് ബ്ലോസം ട്രെൻഡ്
ആണ്. അങ്ങനെ പേര് പറയപ്പെടുന്നത്. നമ്മുടെ കോട്ടൺ ബേസ് ആണ്. ഞാൻ അതാ ചോദിച്ചത്, കോട്ടൺ ആണല്ലോ. പിന്നെ എന്താ പിങ്ക് ബ്ലോസം, അത് ഒരു പാറ്റേൺ അങ്ങനെ ചെയ്തിട്ട് അതൊന്നും നമ്മളങ്ങനെ പേരിട്ടു. അതെ. പിന്നെ അതിൽ കൈയുള്ളത് വേണമെന്ന് വെച്ചാൽ കൈയുള്ളതുണ്ട്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പിന്റെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും സെയിം മെറ്റീരിയൽ തന്നെ ലോങ് ഷോർട്ട് സ്ലീവ് ഇല്ലാത്തത് ഏത് ഇതിലും നമ്മൾ റെഡിയാണ്. സ്ലീവ് ഇല്ലാത്ത ഫ്രോക്സ്, സ്ലീവ് ഉള്ളത് ഫ്രോക്സ്, എനി എന്ത് കൈൻഡ് വെറൈറ്റി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കുറച്ച് ഐറ്റം കയ്യിൽ പിടിച്ച് നിൽക്കണ്ടല്ലോ, അതൊന്നും തന്നെ. അത് നമ്മുടെ കോട്ട് സെറ്റിന്റെ പുതിയ കളക്ഷൻ ആണ്. പറഞ്ഞോളൂ. ഇത് വരുന്നത് നമ്മുടെ ഡാബു കോട്ടൺ. എല്ലാവർക്കും അറിയാം ഈ തുണിയുടെ പകരം. അത്യാവശ്യം ഹെവി മൂവ്മെന്റ് ആണ്. ഇത് നമ്മുടെ വേർട്ടിക്കലിൽ ഒരു വേറെ പാറ്റേൺ, ഫാൻസി നെക്കാണ്, സ്ലീവ്ലെസ്. ഇത് എനിക്ക് ഒരു ഭയങ്കര ഫേവററ്റ് നല്ല പ്രിന്റ് ആണ്. പിന്നെ ഈ ഒരു സംഭവം ബ്ലൂമിങ്. അപ്പൊ അങ്ങനെ 2 പീസ് 3 പീസ് സിംഗിൾ കുർത്തി, കോഡ് സെറ്റ്, ടുണിക് സ്റ്റൈൽ, ഇതൊക്കെയാണ് മെയിൻ. റെഡിമെയ്ഡിന്റെ ഒരു കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 ഫ്ലോർ ഉണ്ട്. ഇതടക്കട്ടോ, നമ്മളിപ്പോ നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്. ഇവിടെ മൊത്തം കളക്ഷൻസ് ആണ്. കുറച്ചുകൂടി ഏരിയ കൂട്ടിയിട്ടുണ്ട്. വന്ന് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്താണ് ഈ കാണുന്ന ഐറ്റംസ്, ടോപ്പ് സെറ്റോ? ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് പിങ്ക് ബ്ലോസം തന്നെ. ഇത് വരണം നമ്മുടെ ഡഫ്കോ ഫാബ്രിക് ആണ്. ഫുൾ വീനെക്ക് സെന്റർ പ്ലീറ്റിംഗ് വെച്ചിട്ട് ഒരു ഭയങ്കര വളരെ എക്കണോമിക്കൽ പറഞ്ഞാൽ വളരെ എക്കണോമിക്കൽ റേഞ്ചിലാണ് ഇതെല്ലാം വരണത്. സെയിം പാറ്റേൺ. ഇത് ബ്ലാക്ക് ബ്ലോസം പറയാം. ഇതിലിപ്പോ പല ട്രെൻഡ് വരുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഇന്നത്തെ ലേറ്റസ്റ്റ് പ്രൊഡക്ഷൻ വന്നതാണ്. പ്രൊഡക്ഷനിൽ എന്നും മാറിക്കൊണ്ടിരിക്കും അല്ലേ കളക്ഷൻസ് ഒക്കെ? പുതിയ ഫാബ്രിക്സ്, പല പാറ്റേൺസ്, കളക്ഷൻസ്, പുതിയ വെറൈറ്റീസ് ഒക്കെ ഡിഫറെന്റ്. എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അത്രയും ട്രെൻഡ് കൊണ്ടുവരണമെങ്കിൽ ഫാബ്രിക്സ് ഡിഫറെന്റ് കൊണ്ടുവരണം നമ്മള്. അതാണ് ഫാബ്രിക്സ്, ഡിഫറെന്റ് പാറ്റേൺ, പുതിയ കളർ ചാർട്ട്സ്, പുതിയ നെക്ക് ലൈൻസ്. ഇതിന്റെ റെഗുലർ സപ്ലൈ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിലോട്ട് ദിവസം ആഫ്റ്റർ ദിവസം സപ്ലൈ ആക്കണമെങ്കിൽ നിങ്ങളോട് സ്വന്തം ദുർഗ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ഉള്ളിലോട്ട് വരുമോ? അതെ. അതുപോലെ കടയിൽ ഇതുപോലെ തന്നെ നല്ല നല്ല പാറ്റേൺസ് ഒക്കെ കൊണ്ട് ഹാങ് ചെയ്യുക. കടയിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരണമെങ്കിൽ നല്ലത് വെച്ചേ പറ്റുള്ളൂ അല്ലെ? നല്ലത് വെക്കണമെങ്കിൽ എവിടേക്ക് വരണം? ദുർഗ ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ഉള്ളി. അത് എവിടെയാ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ? ഗോപാലപുരം റോഡ്, മാർക്കറ്റ് റോഡാണ് നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. ആൻഡ് സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് പ്രസ് ക്ലബ് റോഡാണ്. സോ അടിയിൽ കാണാൻ നമ്പറിലോട്ട് കോൺടാക്ട് ആക്കുക. അപ്പൊ നമ്മള് ഡീറ്റെയിൽസ് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ ദുർഗ ഇപ്പൊ ഇവിടെ തന്നെ ഒരു 2-3 ബോർഡ് കാണാം. ആക്ച്വലി ഇവിടെ തന്നെ 2 അപ്പുറത്ത് ഒരെണ്ണം, അതുപോലെ തന്നെ പ്രസ് ക്ലബ് റോഡിൽ ഒരെണ്ണം കാണാം. അങ്ങനെ മൊത്തത്തിൽ ദുർഗ ഓൾറെഡി ഇവര് അത്യാവശ്യം നല്ല ഫേമസ് മീൻസ് ഒരു പാരമ്പര്യ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ? എത്ര വർഷത്തെ ഒരു 25-30 നമ്മളിപ്പോ ലാസ്റ്റ് 30 വർഷമായിട്ട് ഒരു എന്ന് വെച്ചാൽ ആളിപ്പോ പുതുമ മീൻസ് ഏകദേശം ഒരു 5 to 6 years ആയിട്ടുണ്ടാവും അല്ലെ? ഒരു 3.5 years. പക്ഷെ അവിടെ നിക്കണ വലിയ മുതലാളിയില്ലേ, ആളാണ് മെയിൻ കലപ്പൻ. ആളുടെ 35 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ദുർഗ ടെക്സ്റ്റൈൽസിൽ ഇപ്പൊ കാണിച്ചത്. ജസ്റ്റ് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ നേരിട്ട് വരാം. ഷോപ്പിന്റെ സമയം വരുന്നത് നമുക്ക് 9 മണി തൊട്ട് 8 o'clock വരെ, രാത്രി 8 മണി വരെ. സീസൺ ടൈം ആണെങ്കിൽ സൺഡേ ഓപ്പൺ ആണ്. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട. നമ്മളിപ്പോ എറണാകുളത്ത് ഇപ്പൊ ട്രെയിൻ വഴിക്ക് വരാണെങ്കിൽ എങ്ങനെയാ? ട്രെയിൻ വരാനാണെങ്കിൽ എറണാകുളം സൗത്ത് അല്ലെങ്കിൽ നോർത്ത് എവിടെ ഇറങ്ങിയാലും ഗോപാലപുരം റോഡ്, മാർക്കറ്റ് റോഡ് പറഞ്ഞാൽ മതി. ഒരു പ്രോമിനന്റ് ഏരിയ ആണ്, എല്ലാ ഓട്ടോക്കാർക്കും അറിയാം. ഇവിടെ വന്നിട്ട് നിയർ ബൈ മലബാർ ഹൗസ് പറഞ്ഞാൽ മതി. ഒരു ഫേമസ് ഹോട്ടലാണ്. അപ്പൊ അതിന്റെ അടുത്ത് എത്തിയ നമ്മൾ കട കാണാൻ പറ്റും. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇപ്പൊ എന്താ പറയാ, ബസ് വഴിക്ക് വരണാണെങ്കിൽ മേനക ആയിരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ബസ് സ്റ്റോപ്പ് നാവിഗേറ്റ് ആക്കാൻ. അപ്പൊ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് മേനക ബസ് സ്റ്റാൻഡ് ഇറങ്ങുക. അവിടെ വോക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ മേനക വഴിക്ക് വരാണെങ്കിൽ വോക്കബിൾ ഡിസ്റ്റൻസിൽ ഗോപാലപ്രഭു റോഡ് ചോദിക്കുക. ഇനി MG റോഡ് വഴിക്കാണ് കയറണമെന്ന് വെച്ചാൽ അപ്പോഴും ഗോപാലപ്രഭു റോഡ് ചോദിക്കുക. അതിന്റെ ഈ റോഡിന്റെ നടുക്കിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുർഗ ടെക്സ്റ്റൈൽസ്. എപ്പോഴും ഒന്നും വേണ്ട, നിങ്ങൾക്ക് പ്രസ് ക്ലബ് റോഡിലേക്ക് ആ ഭാഗത്തേക്കാണെങ്കിൽ അവിടേക്ക് ചോദിക്കാം. അപ്പൊ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോ മുതലാളിനെ. ഹോൾസെയിൽ മാത്രം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ സീ യു.